കൊൽക്കത്ത RG കർ മെഡിക്കൽ കോളേജിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ഡോക്ടറുടെ മരണ സർട്ടിഫിക്കറ്റ് ഇതുവരെയും കിട്ടിയിട്ടില്ലെന്ന് കുടുംബത്തിന്റെ പരാതി. സർട്ടിഫിക്കറ്റ് നൽകാൻ ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക അനുമതി വേണമെന്നാണ് RG കർ മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ നൽകും. ബൽറാം, ഒരു മരണ സർട്ടിഫിക്കറ്റ് അവർക്ക് ന്യായമായി അവകാശപ്പെട്ടതല്ലേ? ഗുഡ് മോർണിംഗ്. എന്താണ് അവർ ഒഴിഞ്ഞു മാറുന്നത്? അവർക്ക് എന്തെങ്കിലും ഒളിക്കാനുണ്ടോ? വെരി ഗുഡ് മോർണിംഗ് SKN. തീർച്ചയായും ഒരു മരണ സർട്ടിഫിക്കറ്റ് എന്നുള്ളത് ഈ മരിച്ചയാളുടെ ബന്ധുക്കളുടെ അവകാശമാണ്. രാജ്യം മുഴുവൻ ഞെട്ടിച്ച ഒരു ക്രൂരമായ സംഭവമായിരുന്നു RG കർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറുടെ കൊലപാതക എന്നുള്ളത്. ക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ട ആ ഡോക്ടറുടെ മരണ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ 7 മാസത്തോളമാകുമ്പോഴും അവരുടെ കുടുംബത്തിന് നൽകിയിട്ടില്ല എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കുന്നത്. ഈ സംഭവം നടന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആശുപത്രി അധികൃതരെ സമീപിച്ചിരുന്നു. ആശുപത്രി വൈസ് പ്രിൻസിപ്പലിനെയും സൂപ്രണ്ടിനെയും സമീപിച്ച് മരണ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഉടൻ ലഭ്യമാക്കാമെന്ന് മറുപടി നൽകിയെങ്കിലും ലഭിച്ചില്ല. ഇത്രയും കാലം കാത്തിരുന്നിട്ടും യാതൊരു നടപടിയും ഇല്ലാത്തതിനെ തുടർന്ന് 1 മാസം മുമ്പ് രേഖാമൂലം തന്നെ അപേക്ഷ നൽകി ഈ പെൺകുട്ടിയുടെ പിതാവ് മരണ സർട്ടിഫിക്കറ്റിന് വേണ്ടി. തുടർന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചത് മരണ സർട്ടിഫിക്കറ്റ് പ്രാദേശിക ഭരണകൂടത്തിൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങേണ്ടത് എന്നുള്ളതായിരുന്നു. എന്നാൽ പ്രാദേശിക ഭരണകൂടത്തെ സമീപിച്ചപ്പോൾ അവർ വ്യക്തമാക്കുന്നത് മരണം സംഭവിച്ചത് ആശുപത്രിയിൽ വെച്ചാണ് എന്നതുകൊണ്ട് തന്നെ ആശുപത്രിയാണ് മരണ സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് എന്നുള്ളതാണ്. വീണ്ടും ആശുപത്രിയെ സമീപിച്ചപ്പോൾ അവർക്ക് ആരോഗ്യ വകുപ്പിൽ നിന്നും പ്രത്യേക അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഈ മരണ സർട്ടിഫിക്കറ്റ് നൽകാനാകൂ എന്നും ആരോഗ്യ വകുപ്പിനോട് ഈ കാര്യം ആരാഞ്ഞിട്ടുണ്ട്, മറുപടിക്കായി കാത്തു നിൽക്കുന്നു എന്നുമാണ് മറുപടി ലഭിച്ചിരിക്കുന്നത്. ഇതുവരെയും 7 മാസത്തോളമായും ഇതുവരെയും ആ പെൺകുട്ടിയുടെ യുവ ഡോക്ടറുടെ മരണ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ദുഃഖകരമായ അവസ്ഥ. SKN. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി. എന്തിനും ഒരു കുടുംബത്തിന് ഇത്രയും വലിയ ഒരു ദുരന്തം ഏറ്റുവാങ്ങിയ ഒരു കുടുംബത്തോട് ഇങ്ങനെ ഒരു അനീതി ചെയ്യാനാകുമോ? ആലോചിച്ചാൽ നമുക്ക് ഒരിത്തും പിടിയും കിട്ടിയില്ല.